എല്ലാവർക്കും നമസ്കാരം. കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് കളങ്ങളിലൂടെയുള്ള കളിക്കളം. അങ്ങനെ കളിക്കളമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച ദിവസം അങ്ങനെ 8:30 ഞാൻ എത്തിയിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം 04238249 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ നേരെ നമുക്ക് ഓരോ അക്ഷരങ്ങളിലും ഒളിഞ്ഞിരിക്കുന്ന ഗെയിം ഏതാണെന്ന് നോക്കി ആ ഗെയിമിലൂടെ നമുക്ക് പോകാം. കളിക്കളം ഇൻ അസോസിയേഷൻ വിത്ത് ടൈം എക്സ്പ്രസ് കാർഗോ. ആൻഡ് ഗിഫ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ നൽകുന്ന ഒരു സമ്മാനം ഉണ്ടാവും. അതുപോലെ തന്നെ ഉജാലയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ടുണ്ടാവും. ആൻഡ് നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുന്ന ആളാണ്, നിങ്ങൾക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും നിങ്ങൾ എവിടെയും പാടിയിട്ടില്ല. വീട്ടിൽ പാടിയിട്ടുണ്ട്, കുടുംബ സദസ്സിൽ പാടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമ്മുടെ ഓൺ കല്യാണം അങ്ങനെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുന്ന സമയത്തൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു മൈക്കെടുത്ത് പാട്ട് പാടാനുള്ള ഇതൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പാടും എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. നിങ്ങൾ ഒരു മിനിറ്റുള്ള 2 പാട്ട്, 1 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു പാട്ട്, വേറൊരു പാട്ട്, അതായത് രണ്ട് ടൈപ്പായിട്ടുള്ള പാട്ട്, ഒരു മെലഡി, ഒരു ഫാസ്റ്റ് നമ്പർ ഒക്കെയുള്ള 2 പാട്ടുകൾ പാടുക. പാടിയതിന് ശേഷം അത് നിങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം നിങ്ങളത് നേരെ മെയിൽ അയക്കുക. മെയിൽ അയക്കേണ്ടത് ഗൂഗിൾ ഡ്രൈവിലാക്കിയിട്ട് മെയിൽ അയക്കുക. മെയിൽ അയക്കുമ്പോൾ നിങ്ങൾ ആ അയക്കുന്നതിനകത്ത് വേറെ എക്സ്ട്രാ മ്യൂസിക് ഒന്നും കേട്ടേണ്ടതില്ല. സാധാരണ പോലെ മൈക്കെടുത്ത് അല്ലെങ്കിൽ സാധാരണ പോലെ ഒരു മൊബൈൽ ഫോണിൽ പാടിയിട്ട് നിങ്ങൾ അയച്ചാൽ മാത്രം മതി. ആൻഡ് ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം അത് നിങ്ങൾക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഇപ്രാവശ്യം വരുന്ന ആർട്ടിസ്റ്റ്, അത് ഈ പ്രാവശ്യം നടക്കുന്നത് ഓഗസ്റ്റ് 31-നാണ്. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ വന്നിരുന്നത് അഫ്സൽക്ക് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം അങ്ങനെ ഒരാൾ വരുന്നുണ്ടാവും. അങ്ങനെ ഓരോ പ്രാവശ്യവും ഓരോരാൾ വന്നുകൊണ്ടായിരിക്കും അത് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇപ്രാവശ്യത്തെ പരിപാടി നടക്കുന്നത് ഓഗസ്റ്റ് 31 നിതം കൺസൾട്ടൻസിയാണ് ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ മറക്കണ്ട, ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന് പറയുന്ന പ്രോഗ്രാം. ഫസ്റ്റ് കോളറിലേക്ക് പോകുമ്പോൾ നിങ്ങൾ വിളിക്കുമ്പോൾ ടി വിയുടെ വോളിയം കുറച്ച് വെച്ചുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം വിളിക്കുക. ഈ കിടക്കുന്ന എ മുതൽ പി വരെയുള്ള അക്ഷരങ്ങളിൽ പല ഗെയിംസ് ഇതിനകത്തുണ്ടാവും. ആ ഗെയിമിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടാവുക. കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് വയനാട്ടിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വയനാട്ട് കണക്ഷൻ ഉണ്ട്. നമുക്ക് ഇവിടെയുള്ള ടോണി കണക്ഷൻ ഉണ്ട്. ടോണി കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടിലാണ്. ടോണിയെ ഞാൻ വിളിക്കുകയും ടോണി എന്തൊക്കെയാണ് അവിടെ വിശേഷങ്ങളെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ടോണി പറഞ്ഞത് അവിടെ അവൻ്റെ വൈഫ് ഹൗസ് ഏരിയയിലൊന്നും വലിയ പ്രശ്നമില്ല, പക്ഷെ അവിടെ നിന്ന് കുറച്ച് ദൂരോട്ട് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വലിയ പ്രശ്നമുള്ള ഏരിയയിൽ നിന്ന് കുറച്ച് മാറിയാണ് ടോണിയുടെ വീട് എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നറിഞ്ഞു. എൻ്റെ വേറെ കുറച്ച് കൂട്ടുകാർ വൈത്തിരി ആ ഏരിയയിലൊക്കെ ഉണ്ട്, അവരെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരും പറഞ്ഞത് സങ്കടകരമായ കാര്യം തന്നെയാണ്. നമുക്കെപ്പോഴും കേരളത്തിൽ എന്ത് പറ്റിയാലും നമുക്കിവിടെ ഇരിക്കപ്പുറതിയില്ല, അല്ലെങ്കിൽ ഇവിടെ ഒരു വല്ലാത്ത വിഷമം ഉണ്ടാക്കുന്ന സംഭവമാണ്. നമ്മളിപ്പോൾ എപ്പോഴും ഈ വിഷമിച്ച് ഈ ന്യൂസ് ചാനലുകൾ തുറന്നാലെല്ലാം മുഴുവൻ വിഷമങ്ങളാണ്. ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് ആ വിഷമങ്ങളൊക്കെ ഒന്ന് മറന്നുകൊണ്ട്, അതായത് എപ്പോഴും വിഷമിച്ച് മാത്രം ഇരുന്നാൽ പോരല്ലോ, നമുക്ക് കുറച്ച് സമയം അങ്ങനെ നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ ആയിട്ട് പോവാം. അപ്പോൾ വിളിച്ചോളൂ 04238249 എന്നുള്ള നമ്പറിലേക്ക്. നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ ആ വിഷമം കൂട്ടുന്ന രീതിയിലാണ് ചില ന്യൂസ് ചാനലുകൾ ചെയ്യുന്നത്. കാണുമ്പോൾ കുറച്ച് വിഷമം കൂടും, അങ്ങനെ കൂട്ടരുത്. ഹലോ നമസ്കാരം, ആരാ? നമസ്കാരം, സ്മൃതിയാണ്. ഹായ് സ്മൃതി. ഓക്കെ, ഏതാ അക്ഷരം? സി പറയാം. സി പറഞ്ഞു. ഓപ്ഷൻ സി. മുടി എന്തിങ്ങനെ വെക്കുന്നേ, നേരെ വെക്കത്തെ. എൻ്റെ മുടി വെപ്പാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മുടി വെപ്പല്ല കേട്ടോ, ഒറിജിനലാണ്. സി മധുരം മലയാളത്തിൽ മാത്രം സംസാരിക്കാം. റെഡി, ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഇല്ല, മാറ്റാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാം. റെഡി, ടൈം സ്റ്റാർട്ട് നാവു. അങ്ങനെ തുടങ്ങുന്നു. അപ്പൊ ടൈം തുടങ്ങി കഴിഞ്ഞു. സ്മൃതി അല്ലേ? അതെ അതെ. ഇനി വയനാട് കണക്ഷൻ ആരെങ്കിലും വയനാട് ആ ഏരിയയിൽ ഉണ്ടോ? നിങ്ങളുടെ നിങ്ങൾ കോഴിക്കോടാണ്? കോഴിക്കോടിന് അടുത്താണല്ലോ വയനാട്. അല്ല, റിലേറ്റീവ്സ് ആരെങ്കിലും? റിലേറ്റീവ്സ് അങ്ങനെ ആരും വയനാട് ഏരിയയിൽ കല്യാണം കഴിക്കോ അങ്ങനെ വയനാടുമായിട്ടൊരു കണക്ഷൻ ഇല്ല? വയനാട്ടിലൊന്നുമില്ല, ആരുമില്ല. സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊന്നും വിളിച്ചില്ലേ? വിളിച്ച് ചോദിച്ചോ? അവരൊക്കെ ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെ അല്ലേ? എല്ലാരും ഓക്കെയാണ്. ഹസ്ബൻഡിന്റെ വീട് എവിടെയാ? എറണാകുളം. അതെങ്ങനെ കോഴിക്കോട് എറണാകുളം നിങ്ങൾ കണക്ഷൻ? കോഴിക്കോട് തന്നെയാണ് വീട്. ആരുടെ? ഭർത്താവിന്റെ. ഭർത്താവിന്റെ വീട് കോഴിക്കോടാണ്. പിന്നെന്താ എറണാകുളം പറഞ്ഞേ? അല്ല, പിന്നെ അവര് ജോലി ഒക്കെ ആയിട്ട് ബാക്കി എല്ലാരും അവിടെയാ. അപ്പം മനസ്സിലായില്ല, എങ്ങനെ ബാക്കി എല്ലാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയൊക്കെ കൊച്ചിയിലായിരുന്നു. അച്ഛന്, അമ്മ, അവര് എറണാകുളത്ത്. അവരെന്താ അവിടെ വർക്ക് ചെയ്യുന്നത്? അവിടെ മറ്റേ ഇതില്ലേ, എന്താ പറയാ, കോടതിയിൽ ഹൈക്കോടതി ജഡ്ജിയാണോ?
വക്കീലാണോ? ആ വക്കീല ഇപ്പോ ഇവർക്ക് ഇവിടെ കോഴിക്കോട് കിട്ടായിട്ടാണോ എറണാകുളത്തേക്ക് പോയത്? അല്ല, അങ്ങനെ അവിടെ കോഴിക്കോട് കേസ് കുറവാ? പണ്ട് കോഴിക്കോട് കേസ് കുറവാ? അതാണോന്ന് അറിയില്ല, ചോദിക്കണോ? അതാണോ ഞാൻ ചോദിച്ചിട്ടില്ല. ചോദിക്കണ്ടേ? എന്താ കോഴിക്കോട് നിന്ന് പോയിട്ട് എറണാകുളത്ത് പോയത്? എന്താ കോഴിക്കോട് അവര് വേണ്ടാന്ന് പറഞ്ഞോ? പണ്ട് മുതലേ അങ്ങനെ ആണോ? നിങ്ങൾ അറേഞ്ച് മാരേജ് ആണോ? ഇല്ലില്ല, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? ഇത് മറ്റേ ഇങ്ങനെ എല്ലാരും കൂടി ഇങ്ങനെ നടത്തി തന്നതാണോ? അല്ലേ? ഒളിച്ചോടിയത് ഒളിച്ചോടിയതല്ല. അല്ല. അല്ല. ഓക്കെ, എന്തായാലും സമയം കഴിഞ്ഞ് ജയിച്ചിട്ടുണ്ടെന്നാലും സന്തോഷം അറിയിക്കുന്നു. അപ്പൊ സമ്മാനമൊക്കെ മേടിക്കാം. 800-825. വയനാട്ടിലാരെങ്കിലും ഉണ്ടോ? വയനാട്ടിൽ നമ്മുടെ ടോണീന്റെ ഫാമിലി ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ വൈത്തിരി റിസോർട്ടിലെ മാനേജറാണ്. അങ്ങനെ കുറച്ച് വയനാട് കണക്ഷൻ ഉണ്ട്. അല്ലാതെ അവരെല്ലാം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കുക. അപ്പോൾ നിതം കൺസൾട്ടൻസി അവതരിപ്പിക്കുന്ന ഹിറ്റ് മെലഡി ഡ്രീംസ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഭാഗമാകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കും പാട്ട് പാടി അയക്കാവുന്നതാണ്. ഈ തവണ കിട്ടിയില്ലെങ്കിൽ അടുത്ത തവണത്തേക്കെങ്കിലും നിങ്ങളെ പരിഗണിക്കുന്ന സാധ്യതയുണ്ട്. അടുത്ത ആളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ? ബിന്ദു. ബിന്ദു. ബിന്ദു ആദ്യമായിട്ട് വിളിക്കാണോ? അല്ല, ഞാൻ എപ്പോഴും വിളിക്കാറുണ്ടല്ലോ. ഏത് ബിന്ദു ആണ്? എന്നോട് എപ്പോഴും കഥയൊക്കെ പറയാനുള്ള ചേട്ടത്തിയമ്മയുടെ പേര് ബിന്ദു. അത് പറയാറുണ്ട്. ബിന്ദു എന്നുള്ള പേര് കേൾക്കുമ്പോ എവിടെയൊക്കെയല്ലോ ഒരു പരിചയം തോന്നി. ഒരു ബിന്ദു ചേച്ചി ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ, അവര് വിളിക്കാറുണ്ട്. ആ, ബിന്ദു അല്ലേ? എവിടെ? നാട്ടിലെവിടെയാ? നാട്ടിലെ ആലുവ. ആലുവ എറണാകുളം അല്ലേ? എറണാകുളം ഒന്നും കുഴപ്പമൊന്നുമില്ലല്ലോ, മഴയൊന്നുമില്ലല്ലോ? മഴയുണ്ട്, നല്ല മഴയുണ്ട്. പക്ഷെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ ആലുവ പുഴയില് വെള്ളം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? പ്രശ്നമാണ്. ആണല്ലേ? ഏതാ അക്ഷരം എടുക്കുന്നേ? ഞാൻ ഓക്കെ, എടുക്കാം. എടുക്കാം. ആലുവയിൽ തന്നെയാണോ ഹസ്ബൻഡിന്റെ വീടും? അല്ല, വൈക്കമാണ്. അതെന്താ, അത് ദൂരം കൂടുതലല്ലേ? പക്ഷെ അവര് എറണാകുളത്ത് വൈക്കമാണെന്നാണെങ്കിലും എറണാകുളത്താണ് പഠിച്ചതും വളർന്നതും ഒക്കെ. ശരി. വളർന്നാ പുള്ളി? നന്നായിട്ട് വളർന്ന. ഓക്കെ, പാട്ട് പാടാം. പാടാലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ട് പാടലാണ്. അന്താക്ഷരി പാടിക്കോ. നീലാഞ്ചന പൂവിൻ താരാട്ടുഞ്ഞാലിൽ തേവാരം നൽകുമീ തങ്കക്കൈ നീട്ടം. ചന്ദ്രനോ സൂര്യനോ എവിടെയെങ്കിലും എന്നിട്ട് അക്ഷരം എന്താ? പുലരിയോ കടുങ്കട്ടി അക്ഷരം. താരമോ താരാപദം ചേതോഹരം. അത്ര മതി. ചേതോഹരം. ചന്ദനം മണക്കുന്ന പൂന്തോട്ടം, ചന്ദ്രിക മേഴുകിയ മണിമുറ്റം. മണിമുറ്റത്താവണിപ്പന്തൽ മേലാപ്പു പോലെ അണിയാരത്തമ്പിളിപ്പന്തൽ. പന്തൽ. താമരം പളുങ്കുകൊണ്ട് പന്നകം കരിമ്പു കൊണ്ട് പഞ്ചമിയുടെ തോണിയിലെ പങ്കായം പൊന്നുകൊണ്ട് കരിമിഴി കുരുവിയെ കണ്ടീലാ നീ, ചെറുമണി ചിലമ്പൊലി കേട്ടീലാ നീ, പണ്ടേ എന്നോടൊന്നും മിണ്ടീല. മിണ്ടീല. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. വാൽക്കണ്ണെഴുതിയ മകരനിലാവേ മാമ്പൂ മണമൊഴുകി. വീണ്ടും സമയം ചെറുതായിട്ട് മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, സമയങ്ങൾ കഴിഞ്ഞല്ലോ. സമയം കഴിഞ്ഞല്ലോ എന്ന് പാടുന്ന കേൾക്കുന്നില്ലേ?
സമയം സാരമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്തായാലും നന്നായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടുന്നുണ്ട്. എന്തായാലും നന്നായി പാടട്ടെ. നിതം കൺസൾട്ടൻസിയിലേക്ക് എന്തായാലും ഒരു പാട്ട് പാടി അയച്ചു നോക്ക്. ചിലപ്പോൾ പാടാനുള്ള അവസരം കിട്ടിയാലോ. നമുക്ക് സെലിബ്രിറ്റികളുടെ കൂടെ പാടാനുള്ള അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കും. എല്ലാ മാസവും ഉണ്ടാവും. ഈ മാസത്തെ ഓഗസ്റ്റ് 31 തീയതിയാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും 10-31 ദിവസം കൂടി ഉണ്ടാവുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ടാറ്റാ, ബൈ. അപ്പൊ അങ്ങനെ ബിന്ദു ചേച്ചിയാണോ ബിന്ദു ആണോ എന്ന് അറിഞ്ഞിട്ട് എന്തായാലും ബിന്ദു ചേച്ചി എന്ന് വിളിക്കാം. ബിന്ദു എന്ന പേരൊക്കെ ഏകദേശം എന്നെക്കാളും കുറച്ചും കൂടി മൂത്ത സമയത്തുള്ള, ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള പേരുകളിലാണ്. ഞാൻ പഠിച്ചിരുന്ന യു പി സ്കൂൾ ഇർണാവ് യു പി സ്കൂളായിരുന്നു. ഇർണാവ് യു പി സ്കൂൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ അത്രയേ ഉള്ളൂ. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ആരാണ്? ധന്യ. ധന്യ. ധന്യ എന്ന് പറഞ്ഞൊരു കുട്ടി എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ പഠിച്ചതല്ല. അല്ല, ഇതെവിടെയാ നാട്ടില്? നാട്ടിലെ കാസർഗോഡ്. കാസർഗോഡ്. കാസർഗോഡ് എനിക്ക് നല്ല കണക്ഷൻ ഉള്ള ഒരാളാണ്. കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് പാണത്തൂർ എന്ന് പറയും. പാണത്തൂര്. ഓക്കെ. ഏതാ അക്ഷരം എടുക്കുന്നത്? അക്ഷരം അക്ഷരത്താളുകളിൽ നിന്നും ഞാൻ പഠിച്ചില്ല. എം. യെസ്, എം. ഓപ്പൺ എം. എം സ്റ്റാർ കോമ്പിനേഷൻ. സ്റ്റാർ കോമ്പിനേഷൻ ചെറിയൊരു സംഭവം ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു 2 സ്റ്റാറുകളെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നടനെയും ഒരു നടിയെയും പറയും ഞാൻ. ആ നടനും നടിയും അഭിനയിച്ച സിനിമയിലെ ഒരു പാട്ട് വെച്ചിട്ട് 7 പാട്ടുകൾ പാടണം. മനസ്സിലായില്ല, ഒരു മിനിറ്റ് ഒന്നും കൂടി പറയാമോ? മോഹൻലാല് ശോഭന എന്ന് പറഞ്ഞാൽ കള്ളിപ്പൂങ്കുയിലേ എന്ന പാട്ട് പാടാം. പക്ഷെ അതിനകത്തെ കറുത്ത പെണ്ണേ നിന്നെ കാണ ആ പാട്ട് പാടിക്കൂടാ. ഒരു സിനിമയിലെ ഒരു പാട്ട്. അങ്ങനെ 7 പാട്ട് പാടാം. അപ്പൊ ഞാൻ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു 2 കോമ്പിനേഷൻ. അതായത് ഒരു നടനെയും നടിയെയും പറയും. അപ്പം ഒരു സിനിമയിലെ പാട്ട് ഒന്നേ പാടാം. വേറെ സിനിമയിലെ വേറൊരു പാട്ട്. അങ്ങനെ ഒരേ സിനിമയിൽ തന്നെ 3 പാട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ 3 പാട്ട് പാടിയിട്ട് തീർത്തളയും. അതുകൊണ്ടാണ്. അപ്പൊ നിരഞ്ജൻ ഏതാണ് കോമ്പിനേഷൻ തരുന്നത്? നിരഞ്ജനാണ് അതിന്റെ ഉത്തരവാദി. യെസ്, നിരഞ്ജൻ. ചാക്യാരെന്ന് വിളിക്കാൻ പറയുന്ന ആരാ? അതെന്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വന്നതാ. ആരാ ഫ്രണ്ടിന്റെ പേരെന്താ? അഖില. അഖില ഷൈൻ. നിങ്ങൾ ഡാൻസുകാരാണോ? തോം തരികിട തോം ഡാൻസുകാരാണോ നിങ്ങളെല്ലാം? ഞാനല്ല, അവള് ഡാൻസുകാരിയാണ്. എന്റെ ഫ്രണ്ടാണ്. എന്റെ മോൾ അവിടെയാ ഡാൻസ് പഠിക്കുന്നുണ്ട്. പറഞ്ഞു. യെസ്. പറയ്, എന്താണ് നടനേതാ? അല്ലല്ല, ഇവിടെ ചോദിച്ചാ. മമ്മൂട്ടി ശോഭന. പാടിക്കോ. അഖിലയുടെ അടുത്ത് ചോദിക്കാം. അഖില ഡാൻസ് ആകുമ്പോൾ പാട്ട് അറിയാം. പാട്ട് പാടണം അല്ലേ? കൊറേ പാട്ടുണ്ടല്ലോ. അതെനിക്ക് അറിഞ്ഞൂടാ. എത്ര സിമ്പിളായ ഒരു പാട്ടുണ്ടെന്നറിയോ? എന്റെ സിന്ദൂര രേഖയിലെങ്ങോ. എന്റെ സിന്ദൂര രേഖ. അത് സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ സിനിമയാണ് സിന്ദൂര രേഖ. തെറ്റിക്കാതെ. അഖിലായിരിക്കും പറഞ്ഞത്. ഒത്തിരി പാട്ട് അറിയാവുന്ന. ഒരു നല്ല അത് പാട്. അത് നല്ല സിനിമ, നല്ല പാട്ടല്ലേ അത്? വേറെ ആരും ഇല്ല അവിടെ. അതാണ് അതിന്റെ ക്ലൂ. വേറെ ഇത് എന്റെ കയ്യിൽ നിന്ന് പോയി. അവര് രണ്ടുപേരും അഭിനയിച്ച സിനിമയായാലും മതി. അവരൊരുമിച്ച് പാടണമെന്നില്ല. അവരൊരുമിച്ച് അഭിനയിച്ച സിനിമയിൽ ഒരു പാട്ട് പാടിയാലും മതി. മമ്മൂട്ടി ശോഭന. പാട്. എൻ പൂവേ പൊൻപൂവേ ആരീരാരം പൂവേ. അടിപൊളി. അടുത്ത പാട്. അവര് രണ്ടുപേരും തന്നെ ഉള്ളതാ? അടുത്തത്. അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ആരും ഇല്ല അവിടെയെന്ന്. പക്ഷെ അവർക്ക് കിട്ടുന്നില്ല. അയ്യോ, ഈ വേറെ എന്ന് പറയുന്ന സംഭവം എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അതൊക്കെ ക്ലൂ ആണ് ആ മഴയത്ത് മുമ്പേ പാട്ടിന്റെ. വേറൊരു സൂര്യോദയം രണ്ട്. അടുത്ത പാട്. എത്ര പാട്ട് പാടണം? 7 എണ്ണം. 7 എണ്ണോ? ഇത് അങ്ങ് എത്തൂലെന്ന് എനിക്കറിയാം. ആത്മാവിൻ പുസ്തകത്താളിൽ. ഇത് പിന്നെ മഴയത്ത് മുമ്പിലെ ഒരേ പാട്ടാണ് ഇത്. നമുക്ക് അതായത് ഒരു സിനിമയിലെ വേറെ പാട്ട് പാടണം. ഇനി അടുത്ത സിനിമ അത് കുഴപ്പമില്ല. കളിയൂഞ്ഞാലിലെ പാട്ട് അല്ല. ഇത് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടാണ്. ഇത് ഓക്കെയാണ്. 3 എണ്ണായി. പക്ഷെ
രണ്ടെണ്ണം ഈ ആദ്യം പാടിയ പൂവേ ചെമ്പൂവേ അതും പപ്പയുടെ സ്വന്തത്തിലാണ്. ഇപ്പൊ അവസാനം പാടിയതും പപ്പയുടെ സ്വന്തം അപ്പൂസിലാണ്. ഓലത്തുമ്പത്തിരുന്നോയലാടും ചെല്ല പൈങ്കിളി അതും പപ്പയുടെ സ്വന്തം അപ്പൂസിലെ പാട്ടാണ്. അതേപോലെ കളിയൂഞ്ഞാലിലെ പാട്ടുണ്ടായിരുന്നു. പിന്നെ തന്നന്നം താനന്നം എന്താ പറയണ്ടേ, കൊറേ സിനിമ ഓർമ്മയുണ്ട്, പക്ഷെ പാട്ടെല്ലാം മറന്നുപോയി. അൽഷിമേസ്. കുഴപ്പമില്ല, എന്തായാലും ഒരുപാട് സന്തോഷം. അഖില വന്നിട്ട് എന്താണ് അവിടെ പരിപാടി? നിങ്ങൾ കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ പോവാണോ? കുക്ക് ചെയ്യണം, ഫുഡ് കഴിക്കണം. അഖില കുക്കാണോ അവിടുത്തെ മെയിൻ കുക്ക്, പ്രധാന കുക്കാണോ അവിടുത്തെ? അഖില ഇങ്ങനെ കുക്ക് ചെയ്യാൻ വരുമോ എല്ലായിടത്തും? എല്ലാ ദിവസവും കഴിക്കാൻ വരുന്ന? അഖില കഴിക്കാൻ വരുന്ന അല്ലേ? എന്താ ചെയ്യാ, ഓരോരാൾക്ക് അങ്ങനെയാണ് വയറ് ഭാഗ്യം. എന്തായാലും നടക്കട്ടെ. അത് നന്നായി, എന്തായാലും കഴിക്കട്ടെ, ഗംഭീരായിരിക്കട്ടെ. എന്തായാലും അഖില കഴിഞ്ഞ പ്രോഗ്രാമിന് ഗംഭീരമായിട്ട് ഡാൻസ് ഒക്കെ കളിച്ചിരുന്നു. എന്തായാലും സന്തോഷം, വിളിച്ചതിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. ധന്യാണ് വിളിച്ചത്. ധന്യ അങ്ങനെ ആവട്ടെ. അപ്പൊ ഹിറ്റ് മെലഡി ഡ്രീംസ് നടക്കുന്നത് നരേഷ് അയ്യർ വരുന്ന ഒരു പ്രോഗ്രാമാണ്. ഹിറ്റ് മെലഡി ഡ്രീംസ് പവേർഡ് ബൈ നിതം കൺസൾട്ടൻസി. ഈ പ്രോഗ്രാം നടക്കുന്നത് ഓഗസ്റ്റ് 31. ഹലോ, വെന്യൂ നമ്മൾ പിന്നീട് പറയാം. വിളിക്കുന്ന ആൾക്കാർ. അപ്പം ഞാൻ ഞാൻ പഠിച്ച സ്കൂൾ ഇർണാവ് UP സ്കൂൾ, അതായത് എൻ്റെ വീടിന്ന് തൊട്ടടുത്താണ് ഇർണാവ് മുസ്ലിം UP സ്കൂൾ എന്ന് പറയുന്ന സ്കൂൾ. പക്ഷേ എൻ്റെ ചേട്ടന്മാരെല്ലാം പഠിച്ചിരുന്ന സ്കൂൾ ഇർണാവ് UP സ്കൂൾ ആയതുകൊണ്ട് അത് ഇർണാവ് UP സ്കൂൾ എന്ന് മാത്രമേ പേരുള്ളൂ. അപ്പോൾ അവിടെയാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഒരു തോടുണ്ട്. തോട് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയാമെന്ന് അറിയില്ല. ആണി എന്നൊക്കെയാണ് ചില സ്ഥലത്തൊക്കെ പറയുന്നത്. നമ്മുടെ നാട്ടിൽ തോടെന്ന് പറയും. ഈ തോടിലൂടെ ഇറങ്ങി വേണം പോകാനായിട്ട് സ്കൂളിലേക്ക്. അപ്പം മഴക്കാലമൊക്കെ ആകുന്ന സമയം ഞാൻ അന്ന് ഇടുന്ന നമ്മളെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക്കി ട്രൗസറാണല്ലോ. അന്ന് ഇർണാവ് സ്കൂളിലെ യൂണിഫോം കാക്കിയും വെള്ളയായിരുന്നു, പെൺകുട്ടികൾക്ക് മെറൂണും വെള്ളയും. അപ്പോൾ നമ്മൾ ഈ കാക്കി ട്രൗസർ ഇങ്ങനെ കയറ്റി പിടിച്ചിട്ട് പുസ്തകമൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ പിടിച്ച് 2 കൈ കൊണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്കൂളിൽ പോയിരുന്നത്. ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇർണാവ് UP സ്കൂളിൽ പോലും ബസ് സർവീസുകളൊക്കെ ഉണ്ട്. സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ടൊക്കെ ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് എൻ്റെ ക്ലാസ് പഠിപ്പിക്കുന്ന ടീച്ചർ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്താണ്. റീന ടീച്ചർ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്ന റീന ടീച്ചറാണ്. ഈ റീന ടീച്ചറെ വീട് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചൊരു 3-4 വീടപ്പുറം. റീന ടീച്ചർ പോകുന്ന കണ്ടു കഴിഞ്ഞാലാണ് നമ്മളൊക്കെ ഇറങ്ങുള്ളൂ. റീന ടീച്ചർ പോയി കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ ക്ലാസ് തുടങ്ങുള്ളൂ. അപ്പോൾ അതൊക്കെ പോവുള്ളൂ. അങ്ങനെ അതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരും, വേണുമാഷ്, മനോരം മാഷ്, അവരൊക്കെ ഏകദേശം എൻ്റെ വീട്ടിൻ്റെ തൊട്ടപ്പുറം ഇപ്പുറമൊക്കെ. ഈ മനോരം മാഷൊക്കെ എൻ്റെ അമ്മയൊക്കെ പഠിക്കുന്ന സമയത്ത് പഠിച്ച മാഷാണ്, വേണുമാഷ്. അവരൊക്കെ എൻ്റെ അമ്മ പഠിക്കുന്ന സമയത്ത് വേണുമാഷൊക്കെ എൻ്റെ അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ മനോരം മാഷ് എൻ്റെ അമ്മയൊക്കെ ഏകദേശം സഹപാഠികളായിട്ടുള്ള ആൾക്കാരാണ്, ഒരുമിച്ച് പഠിച്ച പോലത്തെ ആൾക്കാരാണ്. അപ്പോൾ ഞാനതിപ്പോൾ പറഞ്ഞു വന്നത്, ഈ സ്കൂളെന്ന് പറയുന്ന ഓർമ്മ, നമ്മൾ ഈ മഴക്കാലം സ്കൂളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട് നമുക്ക്. അന്ന് എൻ്റെ ഒന്നും ചെറുപ്പത്തിൽ ഒരു വർഷത്തേക്ക് മേടിച്ചിരുന്ന കൊട എനിക്ക് തോന്നുന്നു ഒരു 3 വർഷത്തേക്ക് എന്തെങ്കിലും എത്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നത്, നിങ്ങൾ ഒരു കുടയുടെ കമ്പി ചെറുതായിട്ട് ഒടിയുമ്പോൾ നിങ്ങൾക്ക് പുതിയ കുട മേടിച്ചിരുന്ന അച്ഛനും അമ്മയും അത് അവർ അനുഭവിക്കരുത് എന്ന് അവർക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ്. നമ്മൾ അനുഭവിച്ചത് നമ്മുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള നിർബന്ധമുള്ളതുകൊണ്ടാണ്. വിഷുവിനും ഓണത്തിനും കോടി എടുത്തു തരുമ്പോൾ എൻ്റെ ഓർമ്മയിൽ എനിക്ക് വിഷുവിനും ഓണത്തിനും കോടി എടുത്തു തരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ള ഷർട്ടും കാക്കി ട്രൗസറുമാണ് എനിക്ക് വിഷുവിനും ഓണത്തിനും കോടി എടുത്തു തരിക. കാരണം എന്താ പറഞ്ഞാൽ സ്കൂളിലേക്കും കൂടി യൂസ് ആവണം. കളർ ഷർട്ടുകളെല്ലാം എടുത്ത് അമ്മ ഒരു കാർഡ്ബോർഡിൻ്റെ പെട്ടിയുണ്ട്, ആ പെട്ടിക്കകത്തേക്ക് എടുത്ത് വെക്കും കളർ ഷർട്ട്. എന്നിട്ടത് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയ്സിൽ ഇടാൻ വേണ്ടിയിട്ട്, എവിടെയും കല്യാണം വരുമ്പോഴോ എന്തെങ്കിലും വരാൻ വേണ്ടി. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ അത് ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ മേടിച്ചൊരു ഷർട്ട് പിന്നെ അമ്മ അത് എടുക്കുന്നുണ്ടാവും. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കല്യാണം വരുമ്പോഴത്തേക്കും ഞാൻ 7ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഈ ഷർട്ട് ഇത്രയായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഷർട്ട്, എൻ്റെ പുതിയ ഷർട്ട്, എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള എൻ്റെ വല്യമ്മയുടെ മോനോ ഇളയമ്മയുടെ മോനോ ഒക്കെയാണ് പൊതുവെ ഉപയോഗിക്കാറ്. കാരണം എനിക്ക് കിട്ടാറില്ല പൊതുവെ. ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ ആദ്യമായിട്ട് എനിക്കൊരു Q&Q എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് കളർ വാച്ച് എനിക്ക് ആദ്യമായിട്ട് മേടിച്ചിരുന്ന അച്ഛനാണ്. അത് മേടിച്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിലേക്ക് ചേരുമ്പോഴാണ് എനിക്ക് ആദ്യമായിട്ടൊരു വാച്ച് മേടിച്ചിരുന്നത്. ഒരു Q&Q അന്ന് നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും, വെള്ള ഡയലായിട്ടൊരു ബ്ലാക്ക് സ്ട്രാപ്പായിട്ട്, പ്ലാസ്റ്റിക്കിൻ്റെ സ്ട്രാപ്പായിട്ട്, വെള്ളം കയറില്ല അങ്ങനത്തെ ഒരു വാച്ച്, Q&Qൻ്റെ വാച്ച്.
ക്രിക്കറ്റ് കളിക്കാൻ നേരത്ത് പൊട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പുസ്തകമെല്ലാം വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ അവിടെ വെച്ചിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി. ക്രിക്കറ്റ് കളിച്ച് തിരിച്ചു വന്നപ്പോൾ എല്ലാം ഉണ്ടായിരുന്നു, പുസ്തകമെല്ലാം ഉണ്ടായിരുന്നു, അത് ആർക്കും വേണ്ടായിരുന്നു. വാച്ച് മാത്രം ആരും എടുത്തുകൊണ്ട് പോയി. വീട്ടിൽ നിന്ന് പോയപ്പോൾ തിരിച്ചു പോയപ്പോൾ പൊതുവെ തല്ലിയിട്ട്. ഇപ്പോഴൊക്കെ പിള്ളേരെ ഇന്ന് വാച്ച് പൊട്ടിയാലും വാച്ച് മോശമായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ചെരുപ്പ് മേടിക്കുന്ന ലൂണാർ, അന്ന് നമ്മളെ ഏറ്റവും ഇതായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ലൂണാർ എന്ന് പറഞ്ഞൊരു ചെരുപ്പുണ്ട്. ലൂണാറിൻ്റെ ഈ നീലയും വെള്ളയും ചേർന്നിട്ടുള്ള ചെരുപ്പ്. ഇതാണ് പൊതുവെ ചെരുപ്പുകൾ അന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞാൻ കണ്ടിട്ടുള്ള ഈ സ്ട്രാപ്പുള്ള ഒരു ചെരുപ്പ്. ഈ സ്ട്രാപ്പുള്ള ചെരുപ്പിട്ട് നടക്കാൻ വേണ്ടി ഒരു പ്രത്യേക നേക്ക് ഉണ്ടാകണം. ഇല്ല എങ്കിൽ ഫുള്ള് നമ്മളെ പിറകിൽ ഇങ്ങനെ തെറിക്കും. അത് തെറിക്കാണ്ടൊക്കെ നടക്കാൻ ഒരു പ്രത്യേക സുഖം വേണം. മണ്ണിൽ ചവിട്ടി നടന്നവരാണ് എൻ്റെ വയസ്സുള്ള, നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ അച്ഛനും അമ്മയും. ഇപ്പോൾ കുട്ടികൾ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ പ്രായം, എൻ്റെ പ്രായമുള്ള, എൻ്റെ പ്രായം ഇപ്പോൾ എന്താ പറയുക, നിരഞ്ജൻ്റെ പ്രായമുള്ള 45-50 വയസ്സൊക്കെയുള്ള നിരഞ്ജൻ്റെ പ്രായമുള്ള എല്ലാ നിങ്ങളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും എല്ലാം മണ്ണിൽ ചവിട്ടി നടന്നാണ്. ഇന്ന് മണ്ണിൽ ചവിട്ടി നടക്കാൻ പറ്റില്ല, കാരണം മണ്ണിൽ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അന്ന് അങ്ങനെയല്ലായിരുന്നു. കാർഡ്ബോർഡ് വെട്ടി ഇപ്പോൾ വീട്ടിൽ അച്ഛനുണ്ട്, അച്ഛൻ്റെ അടുത്ത് പറയാം, അച്ഛ കാർഡ്ബോർഡ് വെട്ടിയിട്ട് ജീപ്പ് ഉണ്ടാക്കി തരാൻ പറയാം. അച്ഛൻ ഉണ്ടാക്കാനൊക്കെ അറിയാം. അച്ഛൻ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരു കമ്പനിയുടെ മാനേജർ ആയിരിക്കാം, ചിലപ്പോൾ ഒരു കമ്പനിയുടെ എഞ്ചിനീയർ ആയിരിക്കാം, ഒരു കമ്പനിയുടെ ഹെഡായിരിക്കാം, ഒരു കമ്പനിയുടെ ഓണർ ആയിരിക്കാം. പക്ഷേ നിങ്ങൾ ആ കമ്പനിയിൽ നിന്ന് വിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന അച്ഛൻ മാത്രമായി മാറുന്ന സമയത്ത് നിങ്ങളുടെ മക്കൾക്ക് ഒരു കാർഡ്ബോർഡ് വെട്ടി നിങ്ങളൊരു ജീപ്പ് ഉണ്ടാക്കി കൊടുത്ത്, അന്ന് ജീപ്പ് ഉണ്ടാക്കുന്ന നമ്മൾ വാൻ ഉണ്ടാക്കുമായിരുന്നു. ഈ വാൻ ഉണ്ടാക്കിയിട്ട് ഇതിന് ടയർ ഇടും. ടയർ ഇടുന്നത് ഈ കൊടക്കമ്പി കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും കൊടക്കമ്പി കട്ട് ചെയ്തിട്ട് ആ കമ്പീനകത്ത് ടയർ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടുള്ള ടയർ ഉണ്ടാക്കും. ടയർ ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ ലൂണാറിൻ്റെ ചെരുപ്പ്, പഴയ ചെരുപ്പ് എടുത്തിട്ട് കറക്റ്റായിട്ട് ബ്ലേഡ് വെച്ച്, കുറച്ച് വലിയ ചേട്ടന്മാർ അതിനകത്തുണ്ടാവും, അവർ ഉണ്ടാക്കിത്തരും. ഈ ടയർ കറക്റ്റായിട്ട് റൗണ്ട് കട്ട് ചെയ്ത്, ഇന്നൊക്കെ വണ്ടി റെഡിമെയ്ഡ് കിട്ടും, അന്ന് അങ്ങനെയല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ആ ടയർ റൗണ്ട് കട്ട് ചെയ്ത് അതിനിങ്ങനെ ചെറിയ ചെറിയ കട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ടയർ ബാക്കിൽ 2 വീലും ഫ്രണ്ടിൽ വെറും 2 വീലും സിംഗിൾ വീലും ഇട്ട് ആ വാനൊക്കെ വെച്ച്, അന്ന് ഞാൻ അത് ഓടിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. അത് എൻ്റെ ഏട്ടൻ്റെയിലൊക്കെ അങ്ങനെ ഒരു കിഡിലൻ വാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയായിരുന്നു കാർലോസിൻ്റെ വണ്ടിയാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ ഉണ്ടാക്കിയത് ജീപ്പായിരുന്നു. ഇതൊക്കെ നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി. ജീപ്പ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. ഒരു സംഭവം ഇങ്ങനെ ജീപ്പിൻ്റെ ഷേപ്പിൽ ഒരെണ്ണം കട്ട് ചെയ്ത് അതേപോലെ 2 വെച്ചിട്ട് 2 കട്ട് ചെയ്ത് 2 സൈഡിൽ വെച്ചതിന് ശേഷം ഇവിടെയും കണ്ണാടിയൊക്കെ വെച്ച്, കണ്ണാടീൻ്റെ അവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ ഷീറ്റ് കൊണ്ടുവന്ന് ഒട്ടിച്ച്, ഇത് ഇപ്പോൾ ഈ നമ്മളെ സ്കൂളിലുള്ള കുട്ടികൾക്ക് ഈ പ്രൊജക്റ്റ് വർക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ പ്രൊജക്റ്റ് വർക്കൊന്നും ഇല്ല അങ്ങനെ. പക്ഷെ നമ്മളെന്നാലും ഇതൊക്കെ ഉണ്ടാക്കും. ഭയങ്കര രസമായിരുന്നു ഈ ജീപ്പ് ഉണ്ടാക്കി അതിനകത്തൊരു നൂല് കെട്ടിയിട്ട് അതിങ്ങനെ വലിക്കുക. പിന്നെ ഉജാലയുടെ ഡബ്ബി ഉണ്ടല്ലോ, ഈ ഉജാലയുടെ ഡബ്ബയിലും ഇതേപോലെ ഹോൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരു ടയർ ഇട്ടിട്ട് ഓടിക്കുമായിരുന്നു. ഹലോ ഹലോ, നമസ്കാരം. ആരാ? പ്രേമാണ്. പ്രേം? അതെ. ആദ്യമായിട്ട് വിളിക്കുകയാണോ പ്രേം? അതെ അതെ. എന്താ ചെയ്യുന്ന പ്രേം? ഞാനിവിടെ സെയിൽസിലാണ്. പ്രേം നാട്ടില് പണ്ട് കാർഡ്ബോർഡ് വെട്ടി വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ടോ? എന്താണ്? കാർഡ്ബോർഡ് വെട്ടിയിട്ട് വണ്ടിയൊക്കെ ഉണ്ടാക്കി ഓടിച്ചിട്ടുണ്ടോ? പിന്നെ അതെ. ഈ ഉജാലേന്റെ ഡബ്ബയില് റബ്ബർ ടയറും ചെരുപ്പിന്റെ ടയർ കട്ട് ചെയ്തിട്ടിട്ട് അതിന് കൊടക്കമ്പി വെച്ചിട്ട് 2 എൻഡിൽ ചെറിയ സ്റ്റോപ്പറൊക്കെ വെച്ചിട്ട് നൂല് കെട്ടി വലിച്ച് ആ മഴ പെയ്ത മണ്ണില്, ആ ഉറച്ച മണ്ണിലേക്ക് കൂടി അത് ഓടിച്ച് ആ ഓടിക്കുമ്പോ അതിന്റെ അടയാളം വരുന്നത് കാണാൻ ഭയങ്കര രസമായിരുന്നില്ലേ? ഇല്ലേ? ഇപ്പൊ ഫാമിലി ഇവിടെ ഉണ്ടോ, നാട്ടിലാണോ? ഫാമിലി ഇവിടെ ഉണ്ട്. ഈ ഇപ്പൊ ഇവിടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, അവർക്ക് അതൊന്നും താല്പര്യമില്ല. അത് അങ്ങനെ പറയരുത്. നമ്മള് അവർക്ക് താല്പര്യമില്ല എന്ന് പറയരുത്. അവർക്ക് അത് കാണിച്ചു കൊടുത്താൽ അവർക്ക് താല്പര്യം ഉണ്ടാവും. ഞാൻ പരമാവധിയൊക്കെ ചെയ്യാറുണ്ട് വീട്ടില്. ചെരുപ്പ് പോലും അങ്ങനത്തെ നമ്മൾ വാങ്ങാറില്ലല്ലോ. അല്ല, ചെരുപ്പ് നമുക്കിപ്പോ പൈസക്കാരല്ല, നമുക്കൊരു ചെരുപ്പ് മേടിക്കാൻ 2 രൂപയല്ലേ ഉള്ളൂ ഇവിടെ. പുതിയ ചെരുപ്പ് മേടിച്ച് കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ലല്ലോ. 2 രൂപ 1 രൂപയുടെ ചെരുപ്പ് കിട്ടുമല്ലോ. ശരിയല്ലല്ലോ അങ്ങനെ നല്ല ചെരുപ്പ് വാങ്ങിച്ച് കട്ട് ചെയ്യുന്നത്. വേണ്ട, അതിന്റെ സ്ട്രാപ്പ് പൊട്ടുന്ന സമയത്ത് എടുത്തു വെച്ചാൽ മതിയല്ലോ, കുഴപ്പമില്ല. അക്ഷരം പറ. മടി അത് തന്നെ സംഭവം, അതിന്റെ ശരിയായ സംഭവം അത് തന്നെ. അക്ഷരം പറ. ഏതക്ഷരം പറയണ്ട? ഇതിനകത്ത് ഏതെങ്കിലും ഒരു അക്ഷരം പറ. ഈ കാണുന്നതിൽ ABDEFGHIJKL അങ്ങനെയുള്ള അക്ഷരങ്ങളിൽ ഒരു അക്ഷരം പറയാം. അതിനകത്ത് ഒരു കെ.
യാ കെ എന്ന അക്ഷരത്തിനകത്ത് ഒരു ഗെയിം ഉണ്ടാവും. ആ ഗെയിം എന്താണോ ആ ഗെയിം ആയിരിക്കും നമ്മൾ കളിക്കുക. ഞാൻ എന്താണ് ഗെയിം എന്ന് ഞാൻ പറഞ്ഞുതരാം. കഥാപാത്രവും സിനിമയും. കഥാപാത്രവും സിനിമയുമാണേ. ഹലോ, കഥാപാത്രവും സിനിമയും. യാ അപ്പൊ ഞാനൊരു ഡയലോഗ് പറയും സിനിമയിലെ. ആ ആ സിനിമ അത് ഏത് സിനിമയിലെ ഡയലോഗ് ആണെന്ന് കണ്ടുപിടിക്കണം. ഏത് സിനിമയിലെ ആണെന്നും ഏത് നടനാണ് പറഞ്ഞതെന്നും കണ്ടുപിടിക്കണം. നടനും പറയണോ? അതെ, നടനും പറയണം. ഓക്കെ. റെഡി അല്ലേ? റെഡി തന്നെ. ഓക്കെ, ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു എണ്ണം വേണോ ഭയങ്കര ടഫ് ആയിട്ടുള്ളതാണോ? സിമ്പിൾ മതി. സിമ്പിൾ മതി. ഓക്കെ, റെഡി. ടൈം സ്റ്റാർട്ട് നൗ. ഫസ്റ്റ് ചോദ്യം ഇതാണ്. ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മതിലില്ലല്ലോ. എന്താണ്? ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മതിലില്ലല്ലോ. ആ ആ ബിജു ആ അജു വർഗീസ്. രണ്ട് പേര് പറയാൻ പാടില്ല, ഒരു പേര് പറയൂ. ഏതൊക്കെ സിനിമ? അജു വർഗീസ് വെള്ളിമൂങ്ങ. അജു വർഗീസ് വെള്ളിമൂങ്ങ അല്ലേ? ഓക്കെ, അടുത്ത പറയട്ടെ. ആ നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞിരാമാ. പറ, ഏ സിനിമ? തിലകൻ. ഏ സിനിമ? നാടോടിക്കാറ്റ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഓക്കെ, റൈറ്റ് ആൻസർ ആണ്. രണ്ടും കറക്റ്റ് ആണ്. തിലകൻ നാടോടിക്കാറ്റ് സിനിമയിലാണ്. കാരണം ഈ ചോദ്യം ഞാൻ ചോദിക്കാൻ കാരണം കൺഫ്യൂഷൻ ആവും. ഇതിനകത്ത് അക്കരെ അക്കരെ വരുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ, അതുകൊണ്ട് ഞാൻ അതിങ്ങനെ ഒന്ന് കൺഫ്യൂഷൻ ആവാൻ വേണ്ടി ചോദിച്ചത്. പക്ഷെ നിങ്ങൾ ഇത്രയും കൂലങ്കഷമായിട്ട് സിനിമ കാണും എന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കൊന്ന് നമ്മൾ പഠിക്കാനുള്ള സമയത്തൊക്കെ ഈ പഠിക്കാനുള്ള സാധനമൊക്കെ സിനിമാടന്മാർ ഡയലോഗായിട്ട് പറഞ്ഞിരുന്നത് ഭയങ്കര സുഖമായിരുന്നു അല്ലേ? സത്യം അല്ലേ? സിനിമകളേ ഉള്ളൂ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. അയ്യോ, പറഞ്ഞെന്റെ നേരത്തെ ഞാൻ അങ്ങനെയായിരുന്നു. അങ്ങനത്തെ ചോദിക്കത്തില്ലായിരുന്നു പുതിയത്. പുതിയത് ചോദിച്ചാൽ പെട്ട്. ഞാൻ എല്ലാ സിനിമയും കാണുന്ന വെച്ചിട്ടാ പഴയത് ചോദിച്ചത്. അല്ല, കാണുന്നുണ്ട്, എന്നാലും മറ്റതുപോലെ നമ്മൾ റിപ്പീറ്റ് വാല്യൂ ഇല്ലല്ലോ ആ സിനിമയ്ക്കൊന്നും ഇപ്പോഴത്തെ. അങ്ങനെ പറഞ്ഞുകൂടാ, നമുക്ക് അങ്ങനത്തെ സിനിമകളും ഉണ്ട്. അല്ല, പഴയ സിനിമകൾ നമ്മൾ ഒരുപാട് തവണ കാണാറുണ്ട്. ഉണ്ട്. ബോയിങ് ബോയിങ് ഒക്കെ എത്ര തവണ കണ്ടെന്നറിയില്ല. ഈ ബോയിങ് ബോയിങ് ഒക്കെ എത്ര തവണ കണ്ടെന്നറിയില്ല. അല്ല, ശരിക്കും പറക്കും തളിക പോലും അങ്ങനെയാണ്. പറക്കും തളിക എനിക്ക് തോന്നുന്നു ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. കാരണം VCR വീട്ടില് VCR മേടിച്ചിട്ട് ഹേമന്താട്ടൻ നട്ടൊരു സൗദിയിലൊരു ചേട്ടനുണ്ടായിരുന്നു. ആ ആള് നാട്ടിൽ വരുമ്പോൾ കൊണ്ടുവന്ന് തന്നൊരു കേസറ്റായിരുന്നു പറക്കും തളിക. എനിക്ക് അതിന്റെ ചോല പൊട്ടുന്ന വരെ ഞാൻ കണ്ടായിരുന്നത്. തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമ തിരകൾക്കപ്പുറമാണ്. അയ്യോ, അത് അവിടെ ഫ്ലോപ്പായി. ഒറ്റക്ക് പോയി കണ്ട. അന്ന് അപ്പുറത്തെ തിയേറ്ററിൽ മറവത്തൂർ കനവ് നടക്കുന്നുണ്ട്. അതേ സമയം തന്നെ ഇപ്പുറത്ത് തിരകൾക്കപ്പുറം നടക്കുന്നുണ്ട്. അപ്പൊ മറവത്തൂർ കനവിന് വൻ ജനം. അവിടെ ഒരു ചെറിയ കുട്ടിയായ എനിക്ക് ടിക്കറ്റ് എടുക്കാനുള്ള അവസരം കിട്ടൂല. അപ്പോ എനിക്ക് തിയേറ്ററിൽ നിന്ന് സിനിമ കാണുകയും വേണം. അപ്പൊ ഞാൻ ഇപ്പുറത്ത് പോയിട്ട് തിരകൾക്കപ്പുറം പോയി കണ്ടു. നമ്മുടെ നാട്ടില് ഫസ്റ്റ് തപസ്യ തിയേറ്ററിന്റെ തിരകൾക്കപ്പുറം എനിക്ക് തോന്നുന്നു ഞാൻ തിരകൾക്കപ്പുറം ഞാൻ പകുതിക്ക് ഇറങ്ങിപ്പോയി. എനിക്ക് അത്രയും സഹിക്കാനും പറ്റുള്ളൂ. എന്തായാലും സന്തോഷം. എന്തായാലും സന്തോഷം. പറ്റുമോ കുട്ടികൾക്ക് ഒരു ചെറിയ വാനും ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക രസമായിട്ട്. ഓക്കെ, ശരി, താങ്ക് യു. നമ്മുടെ നാട്ടില് ബസ്സിൽ ഇങ്ങനെ മുകളിൽ കമ്പി പിടിക്കാൻ എത്തുന്ന സമയമാകുമ്പോൾ നമ്മളൊന്ന് ബസ്സിന് കയറി പോവാനൊക്കെ ആഗ്രഹിക്കും. ഹലോ, നമസ്കാരം. എന്താ പേര്? സുൽഫിയ. ഹലോ, സോഫിയ. എന്തൊക്കെയോ പേര് അവിടെ കിടന്ന്. അല്ലല്ല, ഞാൻ ആദ്യം വിളിച്ചപ്പം അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങളുടെ അവിടെ ഓഫീസിൽ നിന്ന് ചോദിച്ചു ഫൗസിയ. അതാ ഞാൻ അങ്ങനെ അറിയാതെ തെറ്റി പറഞ്ഞു. ശരിക്കും എന്താ പേര്? സോഫിയ അല്ലേ? അതെ അതെ, സോഫിയ. ഞാനത് വിശ്വസിക്കാണേ. അയ്യോ, അക്ഷരം എന്താ? നിങ്ങൾ തന്നെ തെറ്റിച്ചത്. ഇല്ല, ഞാനല്ല, അവര്. നിരഞ്ജൻ അല്ലെങ്കിലും തെറ്റിക്കും. ഏതാ അക്ഷരം? A B D A. ഓക്കെ, എ. ഓപ്ഷൻ എ. ഏതാണ്? ആകാപ്പ എന്നുള്ളതിൽ 3 അക്ഷരത്തിൽ ഒരക്ഷരം തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുക്കുന്ന അക്ഷരം പിന്നെ ഇടയിൽ അവസാനം ആദ്യം ഒന്നും വരാതെ സംസാരിക്കാം. അത്രേ ഉള്ളൂ. അയ്യോ, വെരി സിമ്പിൾ. ഏതാ അക്ഷരം എടുക്കുന്നത്? റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒന്നും പറയരുത്. ഈ അക്ഷരം ഒഴിവാക്കിയിട്ട് വേണം സംസാരിക്കാൻ. ശരിക്കും എന്തുകൊണ്ടാണ് ആ പേരിലൊരു ചെറിയ മാറ്റം, ഒരു കൺഫ്യൂഷൻ വന്നെന്താ?
അത് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞതുകൊണ്ടാ. അവിടുന്ന് അങ്ങനെ പറഞ്ഞോണ്ടാന്നുള്ളതിലും പായുണ്ട്. അപ്പോന്ന് പറഞ്ഞു പായുണ്ട്. മൊത്തത്തില് പാട് ഏറുകളിയാണ് ഇവിടെ. സോറി, ശരി, സോറി. താങ്ക് യു വെരി മച്ച്. എന്തായാലും നിരഞ്ജ, നിങ്ങൾ എന്തിനാണ് അവരുടെ പേര് മാറ്റി പറഞ്ഞത്? എനിക്കത് മനസ്സിലായിട്ടില്ല. എനിക്ക് അതിന്റെ ടെക്നിക്സ് മനസ്സിലായിട്ടില്ല. എന്തോ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. ഹലോ ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം. ശശിയേട്ടാ. ശശിയേട്ടാ, പണ്ട് ഈ ഉജാലേന്റെ അത് തൊളിയിട്ടിട്ട് നിങ്ങള് ഇത് ഉജാലേന്റെ ബോട്ടില് ഓട്ടിയിട്ടിട്ട് നീല അതിനകത്ത് ടയർ ഇട്ടിട്ട് ബടിയിട്ട് ഇങ്ങനെ ഓടിച്ചിട്ടുണ്ടാ? ഇല്ല, അത് ഞാൻ വേറെ നമ്മൾ പറയും മട്ടല് നോലയുടെ ഇതില്ലേ, അത് വെച്ചിട്ട് ഓടിച്ചിട്ടുണ്ട്. മട്ടല് റിമ്മ് സൈക്കിളിന്റെ ടയറല്ലേ അത്? മറ്റേ ഇങ്ങനെ തട്ടി 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 ഇങ്ങനെ പോകുന്ന ടയർ. വലിയ സൈക്കിളിന്റെ ചെറിയ പിള്ളേർക്കാണ് ചെറുത്. വലിയത് ടയർ. നിങ്ങൾക്ക് ചെറുപ്പത്തിലെ വലിയ ടയർ കിട്ടീനി? വലിയ ടയറിനുള്ളതാണ് നമ്മളെ വീട്ടിന്റെ അടുത്ത് ലക്ഷ്യനാട്ടം എന്ന് പറയുന്ന ആ പിന്നെ സൈക്കിൾ ഷാപ്പിന്റെ മുമ്പിൽ പോയിട്ട് പാറാവ് കിടക്കണം, ഒരാൾ ടയർ മാറ്റണ്ടേ? അല്ല, ഇത് ആ ടയറല്ല. ഇത് എനിക്ക് തോന്നുന്നു ഈ വലിയ ട്രക്കിന്റെ ഒക്കെ ടയറിന്റെ അകത്ത് വരുന്ന റിമ്മല്ല, അതിന്റെ ഉള്ള ഒരു ഇത് വരുന്നുണ്ട്, ഒരു ചെറിയ റിങ് പോലത്തെ ഒരു സാധനം. ഒരു നമ്മള് കൊടക്കമ്പി ചെറുങ്ങനെ ഇങ്ങനെ യു പോലെ വളച്ചിട്ട് ഒരു വടിയിൽ കുത്തിയിട്ട് അങ്ങനെ ഒരു അതൊരു നേക്കുണ്ട്. അതിങ്ങനെ കണ്ട, ഞാനൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. നിങ്ങള് ചെറുപ്പത്തിൽ ഈ മറ്റേ ഇത് കളിച്ചിട്ടുണ്ട്, ഉപ്പ് സോഡിയൊക്കെ? ഉപ്പ് സോഡി 8 കളം ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ ഒരാള് ഇങ്ങറ്റത്തുനിന്ന് അങ്ങറ്റത്ത് പോയിട്ട് മണ്ണ് വാരിട്ട് അതെല്ലാം കളിച്ചു നീ? നമ്മളപ്പോ ഒരേ ഏജ് ആണെന്ന് തോന്നുന്നു. ഏതാ അക്ഷരം? ഡി. തുറക്കടാ, ഡി തുറക്കടാ. ഡി കഥ പറയുമ്പോൾ പണിയായിട്ട്. ഓക്കെ, കഥ പറയുമ്പോൾ ഓക്കെ പറയട്ടെ? പറഞ്ഞോളൂ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ഒരു സഹോദരൻ, ഒരു സഹോദരി. ഒരു സഹോദരനുണ്ട്, സഹോദരി ഉണ്ട്. ഈ സഹോദരന് കുറച്ച് ജാതി സ്പിരിറ്റ് കുറച്ച് കൂടുതലാണ്. കുറച്ചിങ്ങനെ കുറച്ച് ഉയർന്ന ജാതിയാണ് എന്ന രീതിയിലുള്ള ഒരു ചെറിയൊരു കാഴ്ചപ്പാടുള്ള ഒരാളാണ്. പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാമിലി ഉണ്ട്. അവർ കുറച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു ഫാമിലിയാണ്. ഈ സിനിമയിൽ കാണിക്കുന്നതാണ് ഇങ്ങനെ. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ പെങ്ങള് ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിച്ച് പോകുന്നുമുണ്ട്. അങ്ങനെ അതിൻ്റെ പേരിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അച്ഛൻ ആത്മഹത്യ ചെയ്തുകൊണ്ട് തന്നെ ഈ പെങ്ങളോട് അത് ഭയങ്കരമായ ഒരു ദേഷ്യമാണ് ഈ പുള്ളിക്കാരന്. അമിതമായ ദേഷ്യമാണെന്ന് വേണം പറയാൻ. അതിൻ്റെ ഇടയിൽ എപ്പോഴോ ഈ മോള് കയറി വന്നപ്പോൾ അമ്മക്ക് ഒരു മകള് എന്ന രീതിയിലൊന്ന് കയറ്റിയിരുത്തണം എന്നൊക്കെ തോന്നിയപ്പോഴും അവൻ പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇവിടെ കിടന്ന് ഇത് തൂങ്ങിയപ്പോൾ ഞാനേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ പറയുകയും ഒരു വലിയ ദുരന്തം സംഭവിച്ചു ആ നാട്ടിൽ. ആ ഒരു ഉരുൾപൊട്ടൽ പോലെയുള്ള ഒരു സംഭവം നടന്ന് അതിനിടയിൽ വെച്ച് അതിൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട അവിടെയുള്ള ഒരു കൊച്ചു കുട്ടിയും ഇയാളും ഒരു വലിയ ഒരു എന്താ പറയുക സ്ലാബിനടിയിൽ പെട്ടുപോവാണ്. ആ സമയത്ത് ഈ കുട്ടീനെ നെഞ്ചോട് ചേർത്ത് വെച്ച് അപ്പോൾ ആണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഇങ്ങനെ ഒരു ജാതിയോ മതത്തിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നും ആ കുഞ്ഞിനെ ജീവൻ രക്ഷിച്ച് പുറത്തു വരുന്നതാണ് ഈ സിനിമയുടെ കഥ. ഇന്ന് പറയാൻ പറ്റിയ കഥയാണ്. ഉരുൾപൊട്ടി അങ്ങനെ ഭയങ്കര പ്രശ്നമായി. ഇവന്റെ അമ്മയൊക്കെ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. ഇവനൊരു സ്ലാബിന്റെ അടിയിൽ പെട്ടുപോവാണ്. അതിന്റെ മുകളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ചു വരുന്നുണ്ട്. ആ കുഞ്ഞിനെ അവൻ മാക്സിമം രക്ഷിക്കുന്നു. ആ കുഞ്ഞിനെ ഞാൻ പറയാം, ഫഹദ് ഫാസിൽ അഭിനയിച്ച മലയം കുഞ്ഞ് എന്ന് പറയുന്ന സിനിമ ഇന്ന് പോയിട്ട് കണ്ടു നോക്ക്. കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇതിനെപ്പറ്റി ഒരു കുറച്ച് ഈ ഉരുൾപൊട്ടൽ എങ്ങനെയാണ്, എന്താണ് അതിന്റെ ഒരു ഇത് എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ശേഷായിട്ട് അങ്ങനെ പോയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു. നമ്മൾ ബൗണ്ടറി കളി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു ക്രിക്കറ്റ് കളിക്കുന്ന ബോൾ ഉണ്ടാവും. ഹലോ നമസ്കാരം, ആരാ? ഹെന്ന. അപ്പൊ അക്ഷരം ഏതാ? എന്ന ബി. ഓക്കെ, ബേബി അല്ലേ? ബി. ബി ഫോർ ബേബി. ഹെന്ന എന്താ ചെയ്യുന്ന പറഞ്ഞേ? ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, പക്ഷെ ശബ്ദം കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ പഠിക്കുന്ന കുട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് പാടാം. പാട്ട് അങ്ങോട്ട് അല്ല അന്താക്ഷരിയാ. ഞാനും പാടും.
എനിക്ക് കയ്യും പോലെ പാടും. പാട്. ഞാൻ തുടങ്ങണോ? ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരമായൊരു ആശകളാരൊരു പൊൻവല നീ, തേൻ വണ്ടു ഞാൻ ഈ പാട്ട് ഉള്ളു ഇവിടെ. കണ്ണാടിക്കൂടും കുട്ടി കണ്ണെഴുതി പൊട്ടും കുത്തി കാവളം കാ അവനെ കണ്ണും കണ്ണും ഹസ്ബൻഡ് ഉണ്ടോ അവിടെ? എന്താ അക്ഷരം? ഹസ്ബൻഡ് പാട്ട് പാടുവോ? ഇല്ല. അല്ല, കണ്ടില്ല എന്നുള്ളതിന് എങ്ങനെ മാ വരണേ? കണ്ടില്ല, ഞാൻ മിണ്ടിയില്ല എന്നാ പറഞ്ഞത്. കണ്ടില്ല എന്നാണ് പാട്ട്. അപ്പൊ കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, കൊച്ചു പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമന കിന്നാരം കാതിന് പോട്ട് കുറച്ച്. കണ്ണും കണ്ണും പുള്ളിക്കാരൻ കണ്ടു തമ്മിൽ കഥകൾ കൈമാറും അനുരാഗം. അമ്മേ അത് വേണ്ട. അമ്മക്കൊരു പൊന്നും കുഴം അത് വേണ്ട. അമ്പോറ്റി തമ്പ്രാൻ ഗണപതി വാവേറ്റും വാമനമൂർത്തി ഓടി എന്നും അറിമായം മതി. ആലോചിക്കണ്ട, വേണ്ട, മതി, സമയം കഴിഞ്ഞ്. അടുത്ത പ്രാവശ്യം ശരിയാക്കാം നമുക്ക് എന്തായാലും. എന്നാ ഔട്ടായി പോയത് സാരല്ല, ഒരു ചെറിയ ഔട്ടായി പോയത്. ആരോ ചിരിക്കുന്നുണ്ട്, ആരാ നോക്കട്ടെ. ഹലോ ആരാ ചിരിക്കുന്നേ? ഹായ്, എന്റെ പേര് ദീപേഷ് എന്നാണ്. ദീപേഷ് എന്താ ചിരിക്കുന്ന? അവിടുന്ന് വേറെ ആരോ? ഇല്ല, ഞാൻ അവിടുന്ന് മാറി. ആരാ ചിരിച്ചത്? ഭാര്യ. എന്താ എന്റെ പാട്ട് കേട്ട് ചിരിച്ചാണോ? ഭാര്യ ഇന്നലെ വിളിച്ചായിരുന്നു. എന്താ പേര്? ഗായത്രി. ഇന്ന് ദീപേഷ്. അതെ. നിങ്ങൾ മാറിയും തിരിഞ്ഞും വിളിക്കല്ലേ? ഓക്കെ, അക്ഷരം പറഞ്ഞോളി. അക്ഷരം ഏതക്ഷരം ഉള്ളത്? ഇഷ്ടം പോലെ ഉണ്ട്. EFGH ഉണ്ട്, IJL ഉണ്ട്. ജെ. ഓക്കെ, ജെ. ദീപേഷിനകത്തൊന്നും ജെ ഇല്ലല്ലോ. ജെ പാട്ടുമാല. കഴിഞ്ഞ പ്രാവശ്യം തന്നെയാണല്ലോ കിട്ടിയത്. ജെ ആയിരിക്കുമല്ലോ അന്ന് എടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാ. അപ്പൊ പാട്ടുമാല എന്ന് പറഞ്ഞ ഒരു വാക്ക് വരും, അതിൽ പാടും, പിന്നെ അടുത്ത 7 പാട്ട് കേട്ടാ. അപ്പൊ ഞാൻ ഫസ്റ്റ് വാക്ക് തരട്ടെ. ജലം. 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 ജലം, ജലജ, ജലജു എന്നൊക്കെ ആക്കാം. ജലം വെച്ചിട്ട് പാട്ടോ? ജലം വെച്ചിട്ട് ജലം എവിടെയെങ്കിലും വന്നാ മതി. ഇല്ലേ നിരഞ്ജ? ജലം. നിരഞ്ജ കുറച്ച് എളുപ്പമുള്ള ഒന്നുമില്ല. ജലം വേണ്ടാന്ന് മാറ്റി കൊടുക്കട്ടെ, പുള്ളിക്ക് ഭയങ്കര ടഫാണ് ജലം. എന്നാ പിന്നെ മാറ്റിത്തരാം ഞാൻ. ടൈമർ ഒന്ന് മാറ്റിയിട്ടടാ, ടൈമർ മാറ്റിയിട്. ജലത്തിനല്ലേ പ്രശ്നമുള്ളൂ. എന്നാ പിന്നെ തേൻ. തേനും വയമ്പും നാവിൽ ചൂടും വാനമ്പാടി. വാനമ്പാടി ഏതോ തീരങ്ങൾ തേടി. തീരം തേടുമോളം പ്രേമഗീതങ്ങൾ തന്നു. ഓളം. ഓളങ്ങളെ പാട്. ഇതിനകത്ത് ഞാൻ ഓളം തന്നെ പിന്നെയും തരും. ഇല്ല, ഞാൻ ഓളം തന്നെ തരട്ടാ. പിന്നെയും ഓളം തന്നെ തരട്ടാ. അയ്യോ, എന്നാ പിന്നെ അടുത്ത പരിപാട് വേഗം. അടുത്ത വരി അറിയില്ല. എന്നാ പിന്നെ ഒരു ഓളം കൂടി കിടക്കട്ടെ. എന്നാല് അടുത്ത ഓളം. വെള്ളിമണി തൂവുന്ന കാലങ്ങളെ. കാലം.
കാലം കാലം പൂക്കാലം വന്നു പൂക്കാലം തേനുണ്ടോ തുള്ളി തേനുണ്ടോ തുള്ളി തുള്ളി 5 പാട്ടായി. വെള്ളിച്ചില്ലം ഇതറി തുള്ളി തുള്ളി ഒഴുകും വെള്ളി 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 നീല തുള്ളികളോ കൺപീലി. ഇതില് ആദ്യമായിട്ടാണ് ഒരാൾ ജയിക്കുന്നത് കേട്ടോ. താങ്ക് യു. എല്ലാം സിമ്പിൾ ആയിട്ടുള്ളത് കിട്ടിയത് കൊണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടതാണ്. വേറെ പിന്നെ ശരിക്കും ഭാര്യയുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായോണ്ട് ജയിച്ചാ മോനെ. ജയിക്കത്തേ ഇല്ല. അപ്പൊ എപ്പോഴും ഭാര്യനെയും കൂട്ടി ഓഫീസിലൊക്കെ പോയിക്കോ. എന്നാ ചിലപ്പോ അവിടുന്ന് ചിലപ്പോ ഇൻക്രിമെന്റ് ഒക്കെ കിട്ടും. വിജയിക്ക് ദീപേഷ്. എന്നാലും താങ്ക് യു സോ മച്ച്. ടാറ്റാ. ടാറ്റാ. അടുത്ത ആളിലേക്കോ. ഹലോ ഹലോ, ആരാ? ബിനോയ്. എന്തോ ഒരു ദേഷ്യം പോലെ. ആരാന്ന് ചോദിക്കുമ്പോ ബിനോയ് എന്ന് പറഞ്ഞ ദേഷ്യം പോലെ എന്തോ ഒരു അങ്ങനെയൊന്നുമില്ല. എന്തോ ചെറുങ്ങനെ ഉണ്ട്. ഇന്നലെ തോറ്റിനാ? ഹലോ, ഇന്നലെ വിളിച്ചിരുന്നാ? ഇന്നലെ വിളിച്ചായിരുന്നു. തോറ്റായിരുന്നോ? ജയിച്ചോ തോറ്റോ? ഇന്നലെ തോറ്റുപോയി. എന്നാ അതിന്റെ ദേഷ്യ. ഇപ്പൊ അക്ഷരം പറ. EFGH ഉണ്ട്. EFGH LNP. ഓക്കെ, H. EFGLJP. ഇനി ഓക്കെ, പാട്ട് പാട്. എടാ ഈ പാട്ട് കുറക്കണോട്ടാ, എനിക്ക് പാടാൻ പറ്റുന്നില്ല. പഴയ പോലല്ല. പാട്. അന്താക്ഷരിയാ. ഇനിയും പാട്ട് കൂട്ടി അതിനെ കൊല്ലും ഞാൻ. പാട്. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടിത്ത. തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ. ഇവളാരോ? ഇവളാരോ ആയല്ലേ? ആയല്ലോ, ഇവളാരോ ഒറ്റ വാക്ക. ഇന്നലെ എന്റെ നെഞ്ചിലെ കാറ്റിൻ മൺവീഴക്കൂതിയില്ലേ. ഞാൻ പാടുന്നതിനേക്കാളും മുകളിൽ പോയി. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റിൻ മൺവിളക്കൂതിയില്ലേ. അതിലെവിടെയോ സോറി മൺവിളക്ക്. മാനസേശ്വരി മാപ്പു തരൂ. മണിമുറ്റത്താവണി പന്തൽ പഞ്ചമി തിങ്കൾ പുഞ്ചിരിക്കുന്നു അഞ്ജന കണ്ണാലേ. നിരഞ്ജ, നീ ഇവിടെ ശ്രദ്ധിക്കട്ടാ. കറുത്ത പെണ്ണെ നിന്നെ കാണാനിട്ട് ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പഞ്ചവന്ന പൈങ്കിളി പെണ്ണെ എൻ പെണ്ണെ നിൻ കണ്ണിൽ കേനുണ്ടോ? പെണ്ണെ എൻ പെണ്ണെ. സമയം കഴിഞ്ഞു, ഞാൻ തോറ്റു, നിങ്ങൾ ജയിച്ചു. എനിക്ക് ആ വാക്ക് വരികൾ കിട്ടിയില്ല, അതുകൊണ്ട് നിങ്ങൾ ജയിച്ചത്. എന്താണ് നിങ്ങളെ ജയിച്ചത്? എന്താണ് പാട്ട് പാടുന്ന വൈഫ് എന്താ പാടിയത്? കേക്കട്ടെ. പെണ്ണെ എൻ പെണ്ണെ. അവിടെ കോറസ് ആയിട്ടൊരു ലോഡ് ആൾക്കാരെ വെച്ചിട്ടാണ് എന്നോട് മത്സരിച്ചത്. വിളിച്ചായിരുന്നില്ലേ? ഇന്നലെ തോറ്റുപോയി. ഇന്നലെ മലയാളം പറഞ്ഞ് ജയിച്ച. ഓക്കെ, അവിടുന്നാണല്ലേ? എന്നാ വിളിക്കാൻ നോക്കട്ടെ. ശരി, ടാറ്റാ, താങ്ക് യു. കൂട്ടത്തോടെയുള്ള ആക്രമണമായിരുന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് എനിക്ക് ചില സമയത്ത് അങ്ങനെ കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ എനിക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. ഒന്നാമത് നിരഞ്ജൻ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല. നിരഞ്ജൻ അതിനെന്തോ വേറെന്തോ പരിപാടിയിലാണെന്ന് തോന്നുന്നു. നിരഞ്ജൻ ഇടയ്ക്ക് അവൻ വേറെ വഴിക്ക് പോകുന്നുണ്ട്, എന്തൊക്കെയല്ലോ നോക്കിയിട്ട്. എനിക്കറിഞ്ഞൂടെ എന്താണ് സംഭവം. അവനെന്താ ഇതിന് മാത്രം തിരക്ക്? നമ്മൾ പറഞ്ഞു വന്നത് ചെറുപ്പകാലങ്ങളുടെ, നിങ്ങളുടെ ചെറുപ്പകാലങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ?
എല്ലാവർക്കും ഓർമ്മയുണ്ടാകുന്ന ഏറ്റവും മധുരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് നമ്മുടെ ബാല്യം തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം, എപ്പോഴും ഓർക്കാൻ ഇഷ്ടമുള്ളത് ബാല്യമാണ്. ബാല്യത്തിൽ നമ്മളെ വീട്ടിനടുത്തുള്ള കല്യാണത്തിന് നമ്മൾ കല്യാണത്തിന് 3-4 ദിവസം മുമ്പേ നമ്മൾ ആ വീട്ടിലുണ്ടാവും. നമ്മൾ റിലേറ്റീവ്സിൻ്റെ ഒക്കെ ആയിരിക്കുമല്ലോ, വീട്ടിൻ്റെ അപ്പുറത്തിപ്പുറത്തൊക്കെ ആകുമ്പോൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊന്നും ചെറുപ്പത്തിൽ ആ ഒരു പ്രായത്തിലൊന്നും കല്യാണം വിളിക്കുന്നില്ല. അവിടെ പന്തലിടുന്നത് മുതൽ നമ്മളവിടെ ഉണ്ടാവും. അപ്പം നമ്മൾ പിന്നെ അവിടെ കുറേ കുട്ടികൾ വരും, പുറത്തുനിന്ന് വരുമല്ലോ, മീൻസ് അവരുടെ റിലേറ്റീവ് അവിടുന്ന് ഇവിടുന്നൊക്കെ അങ്ങനെ വരും. അപ്പം നമ്മൾ ഒറ്റിക്കൂക്ക് എന്ന് പറഞ്ഞൊരു കളിയുണ്ട്. ഇപ്പോഴത്തെ പിള്ളേരെ ഇനി സാറ്റ് കളി എന്ന് പറയും, പക്ഷെ നമ്മളന്ന് പറഞ്ഞിരുന്ന ഒറ്റിക്കൂക്ക് എന്ന് പറയും. ഈ ഒറ്റിക്കൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെങ്ങിന് നമ്മളൊരു ആളെ കാക്കയാക്കും. കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളായിരിക്കും അതിൻ്റെ ഇപ്പം എന്താ പറയുന്നത് എനിക്കറിയില്ല, അതിന് എന്ത് പേരാ പറയുന്നത്. നമ്മളിങ്ങനെ എന്നിട്ട് ഇങ്ങനെ കണ്ണിങ്ങനെ പറ്റിയിട്ട് 1, 2, 3, 4 ഇങ്ങനെ 100 വരെയൊക്കെ എണ്ണാൻ പറയും. ആ എണ്ണുന്ന സമയത്ത് നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ഒളിക്കും. ഇപ്പം എത്ര പേരുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് എണ്ണീട്ടാണ് നമ്മൾ കാക്കേനെ കണ്ടെത്തുന്നതൊക്കെ. അല്ലെങ്കിൽ ഒരു നെറുക്കിട്ടെടുത്തിട്ട് നെറുക്കെടുക്കലൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ആയിരിക്കും. എന്നിട്ട് എവിടെയെങ്കിലും പോയി ഒളിക്കുമല്ലോ. ചില ആൾക്കാർ തെങ്ങിൻ്റെ അപ്പുറം നിന്നിട്ട് നേരിപ്പുറം വന്നിട്ട് അച്ചോട്ട് എന്ന് പറയും. ഹലോ ഹലോ ഹലോ, നമസ്കാരം, ആരാണ്? പ്രഭു. എന്താണ് മഹാപ്രഭു, പറയൂ. സുഖം. എന്താണ് പ്രഭു തന്നെയാണോ പേര്? പ്രഭാചന്ദ്, വീട്ടിൽ വിളിക്കുന്ന പ്രഭു. നിങ്ങളുടെ ശബ്ദത്തിലും ഉണ്ട് ആ ഒരു പ്രഭു ഗാംഭീര്യം. ഉണ്ട്. നാടകത്തിലൊക്കെ അഭിനയിക്കാൻ പോകാൻ പറ്റും. പ്രഭു, എന്താണ് താങ്കൾ ഇവിടെ നിന്ന് ഉലാത്തുന്നത്? അറിയില്ലേ താങ്കൾക്ക് എനിക്ക് വയറുവേദനയാണെന്ന് എന്ന് പറയുന്ന പോലെ. ഏതാ അക്ഷരം എടുക്കുന്നത് പ്രഭു? എന്താണ്? ഏതാണ് അക്ഷരം എടുക്കുന്നത് പ്രഭു? അക്ഷരങ്ങൾ ഏതൊക്കെയുണ്ട്? അക്ഷരങ്ങൾ ഇനി ബാക്കിയുള്ളത് പ്രഭു, ഇ ഉണ്ട്, എഫ് ഉണ്ട്, ജി ഉണ്ട്, എൻ ഉണ്ട്, പി ഉണ്ട്, എൽ ഉണ്ട്. ജി ആയിക്കോട്ടെ. ആയിക്കോട്ടെ പ്രഭു. എനിക്ക് നാടകത്തിൽ അഭിനയിക്കുന്ന ഒരു ഫീൽ എനിക്ക്, ബാലയൊക്കെ പോലെ. ഇംഗ്ലീഷ് മീഡിയം ആണേ. ഇംഗ്ലീഷ് മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു സ്റ്റാറിന്റെ പേര് പറയും. ആ സ്റ്റാറിന്റെ ഇംഗ്ലീഷ് പേരിലുള്ള സിനിമാ പേരുകൾ 10 പറയണം. ഇപ്പൊ സപ്പോസ് ടു മോഹൻലാൽ 2020 എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റാറിന്റെ പേര് പറയും. ആ സ്റ്റാറിന്റെ 10 സിനിമ ഇംഗ്ലീഷ് പേരുള്ളത്, മലയാള സിനിമ ആയിരിക്കണം, ഇംഗ്ലീഷ് പേര്. ഞാൻ സ്റ്റാറിന്റെ പേര് തരട്ടെ? യെസ്, ഇറ്റ് ഈസ് ഫഹദ് ഫാസിൽ. അദ്ദേഹം അഭിനയിച്ച 10 സിനിമ, അദ്ദേഹം ഗസ്റ്റ് റോളിൽ വന്നതായാലും പറയാം. ഫഹദ് ഫാസിൽ. ആരംഭിക്കും. തൊപ്പിയിടട്ടെ പ്രഭു. എന്താണ്? അല്ല, തോക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ ഇവിടെ. അങ്ങനെ ഒരു 50 രൂപയുടെ പ്രാർത്ഥന. ഫഹദ് ഫാസിലിൻ്റെത് ഒന്നും ഒഴിവുണ്ടാവില്ല. നിരഞ്ജൻ ഇരുന്ന് ട്രാൻസ്. ഓക്കെ, നമ്പർ 1. ബാംഗ്ലൂർ ഡേയ്സ്. നമ്പർ 2. നിങ്ങൾ പൊളിയാണ് കേട്ടാ. വിക്കിപീഡിയയിൽ നോക്കുക അല്ലേ? മനസ്സിലായി? എന്താണ്? വിക്കിപീഡിയയിൽ നോക്കുമായിരിക്കും അല്ലേ? ഒന്നുമില്ല, ഞാനിത് ഓർമ്മിപ്പിക്കുന്നില്ല പ്രഭുവിനെ. പ്രഭു പള്ളിയൂണ് കഴിഞ്ഞോ? പള്ളിയത്താഴം ആണാ? എന്തായിരുന്നു പള്ളി അത്താഴത്തിന്? കുറച്ച് കുബൂസും കാര്യങ്ങളും. പള്ളി കുബൂസ്. പറയൂ അടുത്ത സിനിമ. ടേക്ക് ഓഫ്. ഓക്കെ, ടേക്ക് ഓഫ് പോലെ വേറൊരു സാധനം കൂടി ഉണ്ടല്ലോ, വിനീത് ശ്രീനിവാസൻ അഭിനയിച്ചേ. വിനീത് ശ്രീനിവാസന്റെ സിനിമ. വിനീത് ശ്രീനിവാസനും ഫഹദ് ഫാസിലും അടിയലും ബാത്റൂം എന്നൊക്കെ അടിക്കുന്ന സിനിമയില്ലേ? അല്ലല്ല, വേറൊന്നില്ലേ? ഇവന്റെ മൊബൈൽ ഫോണ് മറ്റവന് കിട്ടിയിട്ട്. അതല്ല. എന്നാ പിന്നെ മറ്റേ സിനിമയിൽ അവനില്ലേ? അതിലില്ല അല്ലേ? ചാപ്പാക്കുരിശല്ല. അപ്പൊ അതിൽ അവനില്ല. റെഡ് വൈൻ. ഓക്കെ, 4. ഗോഡ്സോൺ. ഓക്കെ, കഴിഞ്ഞു, സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞുതരാം. ഡയമണ്ട് നെക്ലേസ് പറയായിരുന്നു, കോക്ടെയിൽ പറയായിരുന്നു, ഇന്ത്യൻ റുപ്പി പറയായിരുന്നു, ടൂർണമെന്റ് പറയായിരുന്നു, കേരള കഫേ പറയായിരുന്നു, ഫ്രൈഡേ പറയായിരുന്നു.
റെഡ് വൈനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ ഒരുപാട് സിനിമ. സി യു സൂണിലില്ലേ ഫഹദ് ഉണ്ട് തോന്നുന്നല്ലോ. 22 ഫീമെയിൽ കോട്ടയം, അങ്ങനെ ഒരുപാട് സിനിമ ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, പരാജയപ്പെട്ടെങ്കിലും പ്രഭു പള്ളി പരാജയമായിരുന്നു എന്ന് പറഞ്ഞിട്ട് പോയിക്കോ. താങ്ക് യു. പള്ളിത്തോൽവിയും കഴിഞ്ഞ് പള്ളി ഉറക്കത്തിന് വേണ്ടി പ്രഭു അങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ. നമുക്ക് ഇനി ഒരു 5 മിനിറ്റ് കൂടി സമയമുള്ളത് കൊണ്ട് തന്നെ ഞാനൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് എല്ലായിടത്തും ഓർമ്മിപ്പിക്കുകയാണ്. ബാല്യകാലം ഒരിക്കലും തിരിച്ചു വരാത്ത ഒന്നാണ്. ആ ബാല്യകാലത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും ബാല്യകാലം ഓർക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ നമുക്കറിയാവുന്ന പല കാര്യങ്ങളും അവരിലേക്ക് കൈമലർത്തി കാണിക്കാതെ അവരുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യാവുന്ന കാര്യം അത്രയേ ഉള്ളൂ. അവർക്കും അവരുടെ കുറേ വലുതാകുന്ന സമയത്ത് അവർ പറയാനുള്ളത് നമ്മളെ ബാല്യകാലത്തിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, എൻ്റെ അച്ഛൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. യു ആർ ദ ഹീറോ ഓൾവേസ്. നിങ്ങളെ വീട്ടിലുള്ള കുട്ടികൾക്ക് എപ്പോഴും നിങ്ങളായിരിക്കും ഹീറോ. അപ്പോൾ ആ ഹീറോ എപ്പോഴും നമ്പർ 1 ആയിട്ട് നിൽക്കാൻ വേണ്ടി നിങ്ങൾ വാട്ടെവർ, നിങ്ങളിപ്പോൾ മാനേജർ ആയിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, നിങ്ങൾക്ക് എന്ത് തലക്കനുള്ള ജോലിയാണെങ്കിലും നിങ്ങൾ അതൊന്നും നോക്കണ്ട. വീട്ടിൽ വരുന്ന സമയത്ത് ഭാര്യയും മക്കളുമാണ് എന്ന് മാത്രം ചിന്തിക്കുക. ഞാൻ വീട്ടിലെത്തുമ്പോൾ നിങ്ങളൊരു കുഞ്ഞിനെ പോലെ പെരുമാറാൻ പറ്റുമെങ്കിൽ അത്രയും നല്ല. മൊബൈൽ ഫോണൊക്കെ ഞാൻ മാറ്റിവെക്കൽ കുറവാണെങ്കിലും എന്നാലും പരമാവധി ഞാൻ ഒഴിവാക്കാറുണ്ട്. അപ്പോൾ കുറച്ച് സമയമൊക്കെ കുട്ടികളോട് ചിലവഴിക്കാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നത്, ഞാൻ ചില ദിവസങ്ങളിൽ മൊബൈൽ എടുക്കാറേ ഇല്ല. പരാതികൾ ഉണ്ടാവാറുണ്ട്, കോൾ വന്നിട്ട് എടുക്കുന്നില്ല എന്നുള്ളതൊക്കെ. എന്നാലും സാരമില്ല, മക്കളുടെ കൂടെ അങ്ങനെയൊക്കെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കണ്ടുമുട്ടുന്നത് നാളെയല്ല, അടുത്ത തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും രാത്രി 8:30 to 9:30 കളിക്കളം. അപ്പോൾ ഇന്ന് തൽക്കാലത്തേക്ക് വിട പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നത്, ഡയറക്റ്റ് ചെയ്തിരുന്നത് നിരഞ്ജൻ ആൻഡ് അവർ ഹെഡ് നിഷാദ് ക ആൻഡ് ദ PCR ഹെഡ് റിജിൻ ആൻഡ് ക്യാമറാസ് നമുക്ക് വേണ്ടിയിട്ട് ഇത്രയും നേരം ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുന്നത് സച്ചുവേട്ടൻ ആൻഡ് ഞാൻ, എൻ്റെ സ്വന്തം പേര് സനീഷ് ചാക്യാർ. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. താങ്ക്സ് ഒരിക്കൽ കൂടി. ഫ്രം ഗുഡ് നൈറ്റ് സൈനിങ് ഓഫ് ഫ്രം UBL HD. ഗുഡ് നൈറ്റ്.